സിനിമാ കോൺക്ലേവ് വേദിയിലെ പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ പരാതി. മ്യൂസിയം പോലീസ് സ്റ്റേഷനിലും പട്ടികജാതി പട്ടികവർഗ കമ്മീഷനിലുമാണ് പരാതി നൽകിയിരിക്കുന്നത്. പൊതുപ്രവർത്തകൻ ദിനു വെയിലാണ് പരാതി നൽകിയിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ മുഴുവൻ അംഗങ്ങളെയും പൊതുവായി കുറ്റവാളികളോ കള്ളന്മാരോ അഴിമതി ചെയ്യാൻ സാധ്യതയുള്ളവരോ ആയി ചിത്രീകരിക്കുന്നു എന്ന് പരാതിയിൽ പറഞ്ഞിരിക്കുകയാണ്. ആയിരക്കണക്കിന് വർഷം പിന്നാക്കാവസ്ഥയിൽ കഴിഞ്ഞിരുന്നവർക്ക് നീതി ഉറപ്പാക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റിന് ഉത്തരവാദിത്തമുണ്ട് എന്ന് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു വ്യക്തമാക്കിയിരിക്കുകയാണ്. പട്ടികജാതിക്കാർക്കും സ്ത്രീകൾക്കും അവരുടെ സർഗാത്മക കഴിവുകളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി സാമ്പത്തിക സഹായം നൽകുന്നതിൽ ഒരു തെറ്റുമില്ല എന്ന് മന്ത്രിയും പറഞ്ഞിരിക്കുകയാണ്. പണച്ചെലവുള്ള സർഗാത്മക ആവിഷ്കാരമാണ് സിനിമ. അതിനുള്ള സാമ്പത്തിക പിന്തുണ നൽകുന്നത് ഉചിതമായ നടപടിയാണ്. സ്ത്രീകളും പട്ടികജാതിക്കാരും ഒക്കെ തങ്ങളുടെ അധ്വാനം കൊണ്ട് സമൂഹത്തിന് ഏറെ സംഭാവന നൽകുന്നവരാണ്. സിനിമാ മേഖലയിൽ ഉൾപ്പെടെ ഏറെ ശോഭിക്കാൻ കഴിയുന്നവർ കൂടിയാണ് അവർ. അതുകൊണ്ട് സാംസ്കാരിക വകുപ്പ് നടപ്പാക്കി വരുന്ന ഏറ്റവും മികച്ച പദ്ധതികളിൽ ഒന്നാണ് ഇത് എന്നും മന്ത്രി കൂട്ടിച്ചേർത്തിരിക്കുകയാണ്. സർക്കാർ ഫണ്ട് ഉപയോഗിച്ച് വനിതാ സംവിധായകർ ചെയ്ത 4 സിനിമകളും ഒന്നിനൊന്ന് മെച്ചപ്പെട്ടതാണ്. അതെല്ലാം ശരിയായി കണ്ടിരുന്നുവെങ്കിൽ അടൂർ ഇത്തരം അഭിപ്രായം പറയില്ലായിരുന്നുവെന്നും മന്ത്രി ആർ ബിന്ദു പറഞ്ഞിരിക്കുകയാണ്. ക്യാമറയുടെ നോട്ടം പൊതുവിൽ പുരുഷ നോട്ടമാണ് എന്ന് ചൂണ്ടിക്കാട്ടിയ മന്ത്രി അതിന് ബദൽ നോട്ടം ഉണ്ടാകേണ്ടതുണ്ട് എന്നും അഭിപ്രായപ്പെട്ടിരിക്കുകയാണ്. പട്ടികജാതി വിഭാഗത്തിൽ നിന്ന് സിനിമ എടുക്കാൻ വരുന്നവർക്ക് കുറഞ്ഞത് 3 മാസമെങ്കിലും വിദഗ്ധരുടെ കീഴിൽ പരിശീലനം നൽകണം എന്നായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ ഫിലിം കോൺക്ലേവ് വേദിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ചലച്ചിത്ര വികസന കോർപ്പറേഷൻ വെറുതെ പണം കളയരുത്. 1.5 കോടി നൽകുന്നത് വളരെ കൂടുതലാണ്. പലരും ചെയ്തത് നിലവാരമില്ലാത്ത സിനിമകളാണ് എന്നും അടൂർ പറഞ്ഞു. സ്ത്രീകളായതുകൊണ്ട് മാത്രം അവസരം കൊടുക്കരുത് എന്നും അടൂർ കൂട്ടിച്ചേർത്തിട്ടുണ്ടായിരുന്നു. വിവാദ പ്രസ്താവനയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനം ഉയരുന്നതിനിടെ വിശദീകരണവുമായി അടൂർ ഗോപാലകൃഷ്ണൻ തന്നെ രംഗത്ത് വരികയാണ്. പിന്നാക്കാവസ്ഥയിലുള്ള പ്രതിനിധികൾക്ക് അവസരം എന്നുള്ള നിലയിലാണ് സർക്കാർ ഗ്രാന്റ് നൽകുന്നത്. ഒരു സിനിമ എടുത്ത ശേഷം അപ്രത്യക്ഷമാകേണ്ടവർ അല്ല അവർ. അതിനാലാണ് അവർക്ക് പരിശീലനം അടക്കം നൽകണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. സിനിമാ ചിത്രീകരണത്തെ കുറിച്ച് അറിവില്ലാത്തതാണ് പ്രശ്നം. അവർക്ക് ആവശ്യമായ പരിശീലനം നൽകിയാൽ പിന്നീട് ഈ രംഗത്ത് തന്നെ പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസവും അറിവും ലഭിക്കുമെന്നും ഏഷ്യാനെറ്റ് ന്യൂസിന് നൽകിയ ഒരു പ്രത്യേക അഭിമുഖത്തിൽ അടൂർ ഗോപാലകൃഷ്ണൻ വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യമായി സിനിമ എടുക്കുന്നവർക്ക് 1.5 കോടി എന്നുള്ള തുക വളരെ കൂടുതലാണ്. ആരും അധിക്ഷേപം നടത്തിയിട്ടില്ല. താൻ ഇതുവരെ 1.5 കോടി സിനിമ എടുത്തിട്ടില്ല. 1.5 കോടി എന്നത് വലിയ തുകയാണ്. ഈ പണം എന്നത് സൂക്ഷിച്ച് ചെലവാക്കേണ്ട ഒരു കാര്യമാണ്. അതിന് കൃത്യമായ ആസൂത്രണം ആവശ്യമാണ്. മുന്നൊരുക്കമില്ലാതെ സിനിമ എടുക്കുമ്പോഴാണ് ചിലവ് കൂടുന്നത്. താൻ 30 ദിവസത്തിനുള്ളിൽ സിനിമ ചിത്രീകരണം പൂർത്തിയാക്കുന്ന വ്യക്തിയാണ്. ഈ മാധ്യമത്തെ കുറിച്ച് അറിവുള്ളതിനാലാണ് അനാവശ്യ ചെലവില്ലാതെ സിനിമ പൂർത്തിയാക്കുന്നത് എന്നും അടൂർ ഗോപാലകൃഷ്ണൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 50 ലക്ഷം രൂപ വെച്ച് 3 പേർക്ക് നൽകിയാൽ അത്രയും പേർക്ക് അവസരം ലഭിക്കുക തന്നെ ചെയ്യും. അത്തരം ഒരു സാഹചര്യമാണ് 1.5 കോടി ഒരാൾക്ക് നൽകുന്നതിലൂടെ ഇല്ലാതാകുന്നത് എന്ന് അടൂർ ഗോപാലകൃഷ്ണൻ പറയുകയാണ്. 1.5 കോടി തികയുന്നില്ല എന്നുള്ളത് പറയുന്നതിൽ അടിസ്ഥാനമില്ല. മുൻപരിചയം ഇല്ലാത്തവർക്കാണ് സഹായം നൽകുന്നത്. അവർക്ക് ഓറിയന്റേഷൻ നൽകണം എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. തുക നൽകേണ്ടതല്ല എന്ന് പറഞ്ഞില്ല എന്നും പറഞ്ഞതൊന്നും അത് സൂക്ഷിച്ച് ചെലവാക്കണം എന്നുമായിരുന്നു അടൂർ ഗോപാലകൃഷ്ണൻ പറയുന്നത്.